ഹലോ എവരിവൺ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് പോകുന്നത് 2 days വാഗമൺ ട്രിപ്പിനാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് എല്ലാവരും കൂടി പോകുന്നത് കേട്ടോ. അപ്പോൾ വാഗമണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. 1100 അടി ഉയരത്തിലാണ് ഈ ഒരു വാഗമൺ നിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ട് വഴി പോകുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു പോപ്പുലർ ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് കേട്ടോ കരിക്കാട് വ്യൂ പോയിന്റ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുലിയുടെ സ്റ്റാച്ചു കാണാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത്. ധാരാളം ആൾക്കാർ നമ്മൾ വന്ന ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോ എടുക്കാനും ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനുമായിട്ട്. പിന്നെ ഞങ്ങൾ ചിന്നൂസ് എന്ന പേരുള്ള ഒരു ഹോട്ടലിൽ നിർത്തി. അവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇങ്ങോട്ട് പോരുമ്പോഴും നമ്മൾ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഞങ്ങളുടെ ആ ഒരു വില്ലയിലേക്കുള്ള ദൂരത്തിൽ ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഇതേ നമ്മൾ എത്തി. ഈ ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വില്ല എത്തി കേട്ടോ. ഇതാണ് അലോഹ ഹോളിഡേ ഹോം എന്ന് പറയുന്ന വില്ല. ഇത് ഞങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഈ ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 BHK വരുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു കേട്ടോ. അല്ലറ ചില്ലറ പാചകമൊക്കെ ചെയ്യണം നമുക്ക് ഇവിടെ ചെയ്യാം. പിന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം ഒക്കെ ആയിരുന്നു. നല്ല സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ റൂംസിനെല്ലാം തന്നെ. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. രാവിലെയൊക്കെ കോള് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ട് പറ്റും. ഇതെവിടെ ഇന്ന് നമ്മളെങ്ങോട്ടാ പോണ? ട്രക്കിംഗ് ഉണ്ടല്ലേ. അങ്ങനെ ഫൈനലി നമ്മള് വാഗമൺ എത്തി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു സ്ഥലം. അലോഹ എന്നാണ് കേട്ടോ പേര്. നല്ല തണുപ്പുണ്ട്. ഞങ്ങള് കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴത്തേക്കും അങ്ങനെ അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ചെറിയ ആളുണ്ട്, ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. ഹായ് പറഞ്ഞേ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ. ഞാൻ ഈ ഒരു ഹോം സ്റ്റേയുടെ പിക്കും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. കണ്ടപ്പോഴത്തേക്കും എനിക്ക് അത്രയും ഒരു ഭംഗിയായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാ കുഞ്ഞാവേ, എന്തായാലും കൊള്ളാം. നമുക്കൊരു ട്രക്കിങ്ങിനൊക്കെ പോകാനുണ്ട്. അപ്പോൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ ട്രക്കിങ്ങിന് പോവും. എന്ത് ചെയ്യണേ? അവിടെ നിന്നൊക്കെ ഇറങ്ങും. പാമ്പുണ്ടോ? പാമ്പ്. ബാ ബാ ബാ. ഹായ് ബാ. മേളിൽ പോണ എന്നാ? മുകളിലും താഴെയോ ആയിട്ടാണ് റൂംസ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ റൂം ഇതാണ് കേട്ടോ. ഇതും നല്ല വലിപ്പമുള്ള റൂമാണ്. താഴത്തെ പോലെ തന്നെ ഒരു ബാത്റൂമും പിന്നെ ഒരു കിച്ചൺ സ്പേസ് പോലത്തെ ഒരു ഏരിയയും ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയും താഴത്തെ റൂം പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വ്യൂ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കോടയൊക്കെ വന്ന അടിപൊളിയായിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് പൂള്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലകളൊക്കെ കാണാനായിട്ട് പറ്റും. ഈ പൂളിന് ചുറ്റുമായിട്ട് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ റോഡ് വഴി കയറി വന്ന ആ ഒരു വഴി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വില്ലയുടെ ചുറ്റുമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സോളാർസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേര് പറഞ്ഞെടുത്തേ. സാറ്റാക്ക് ഇഷ്ടപ്പെട്ടാ? ഉള്ളിറങ്ങണ്ടേ? പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും ചെറിയ കുന്നുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. വൈകുന്നേരം ആയി കഴിഞ്ഞാലാണ് ആ ഒരു ഭംഗി നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി ആ ഒരു വെയിലൊക്കെ പോയിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും. ഇപ്പൊ തന്നെ ചെറിയതായിട്ട് ഇങ്ങനെ തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജീപ്പ് സഫാരിക്കുള്ള ജീപ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ജീപ്പ് സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജീപ്പ് സഫാരി വേണമെന്നുണ്ടെങ്കിൽ വില്ലയുടെ ഓണർ ഉണ്ടല്ലോ, അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇതൊക്കെ സെറ്റാക്കി തരുന്നതായിരിക്കും.
പിന്നെ 2.5 മണിക്കൂർ 3 മണിക്കൂർ നേരത്തേക്കൊക്കെ എല്ലാ വ്യൂ പോയിന്റ്സും കാണിക്കാനായിട്ട് 2500 രൂപയാണ് കേട്ടോ പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള കോട്ടമല വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. കോട്ടമല വ്യൂ പോയിന്റ് അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം ഓഫ് റോഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കുലുങ്ങി ഒരു പാട് വന്നിട്ടുണ്ടായിരുന്നു. യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓഫ് റോഡ് മെമ്മറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്ത ഒരു ജീപ്പ് സഫാരി ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ദേ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള കോട്ടമല വ്യൂ പോയിന്റ് നമ്മൾ എത്തി. ഓഫ് റോഡ് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് ഇടുങ്ങിയ റോഡും ഓഫ് റോഡ് വഴിയൊക്കെയാണ്. അതാണ് അതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ചുറ്റിനും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലനിരകളും കുന്നുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എത്തണമെങ്കിൽ ജീപ്പ് റൈഡ് മാത്രമേ ഒരു മാർഗമുള്ളൂ കേട്ടോ. പിന്നെ ഓഫ് റോഡ് വഴി കയറുന്ന കാറൊക്കെ വരാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ കോട്ടമല വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടു. ഇനി നെക്സ്റ്റ് ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത ഒരു ജീപ്പ് റൈഡ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ, പോകുന്ന വഴി ഓഫ് റോഡിന്റെ കാര്യം കൂടുന്നതേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ഞങ്ങളെല്ലാവരും ബാക്കിലിരുന്ന് കുലുങ്ങുന്നത് കണ്ടിട്ട് നമ്മുടെ ഡ്രൈവറിന് ഭയങ്കര ആവേശമായിട്ടോ. പുള്ളി അങ്ങോട്ട് ഞങ്ങളെ വെച്ച് അങ്ങോട്ട് അലക്കാന്നൊക്കെ പറയില്ല, അതേപോലെ ആയിരുന്നു ബാക്കിലത്തെ അവസ്ഥ. നിങ്ങളുടെ കൂടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ പോകാനായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ ഡ്രൈവറിനോട്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് ലൊക്കേഷൻ ആയിട്ടുള്ള ഇടുക്കി റിസർവോയർ വ്യൂ പോയിന്റിലാണ് കേട്ടോ. പ്രധാനമായിട്ടും 3 അണക്കെട്ടുകൾ ചേർന്നതാണ് ഈ ഒരു റിസർവോയർ എന്ന് പറയുന്നത്. ഇടുക്കി, ചെറുതോണി, കുളമാവാണ് ആ അണക്കെട്ടുകൾ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഡാമിന്റെ ബാക്ക് സൈഡ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ചെറിയ രീതിയിൽ നിരാശപ്പെടുത്തി. പിന്നെ വാഗമണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മഴ പെയ്താൽ കൂടി പെട്ടെന്ന് തന്നെ കോട വന്ന് മൂടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ 3rd ലൊക്കേഷൻ ആയിട്ടുള്ള ഉളുപ്പുണ്ണി വാട്ടർഫോൾസ് അഥവാ കപ്പക്കാനം വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. കപ്പക്കാനം വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ധാരാളം കുട്ടികൾ അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. വെള്ളം നല്ല ഫോഴ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ പാറക്കല്ലിലൊക്കെ വഴുവഴുപ്പ് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടൊക്കെ വേണം അവിടേക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ ഈ ഒഴുകി ചെല്ലുന്ന വെള്ളം ഉണ്ടല്ലോ, ഇത് നേരെ ചെല്ലുന്നത് ഇടുക്കി ഡാമിലേക്കാണ് കേട്ടോ. കപ്പക്കാനം ഫോറസ്റ്റ് ഏരിയയിൽ ഉള്ളതാണ് ഈ ഏരിയ മൊത്തം. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ആനയൊക്കെ ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും. അപ്പോൾ ഈ വാഗമണിൽ വരുന്നവർ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു വാട്ടർഫോൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ഇതൊക്കെ കാണണം. ഈ ഉളുപ്പുണ്ണി വാട്ടർഫോൾസിന്റെ ഇടതുഭാഗത്ത് തന്നെയായിട്ട് ഉളുപ്പുണ്ണി, വെള്ളാരം ചിട്ട, കപ്പക്കാനം എന്നൊക്കെ പേരുള്ള ഒരു ടണലുണ്ട്. വാഗമൺ വരുന്ന ഭൂരിഭാഗം പേരും കാണാൻ പോകുന്നത് അഞ്ചുരുളി ടണലാണ് കേട്ടോ. ഈ ടണലില് വെറും 4 കിലോമീറ്റർ മാത്രമേ നീളമുള്ളൂ. അതുപോലെ തന്നെ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഈ ടണലിന്റെ ഉള്ളിലൊക്കെ കയറി കാണാവുന്നതാണ്. അഞ്ചുരുളി വെള്ളച്ചാട്ടത്തിന്റെ അത്രയൊന്നും തിരക്കില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കൈതപ്പതാൽ വ്യൂ പോയിന്റ് അഥവാ സൂസൈഡ് പോയിന്റിലേക്കാണ്. ഇപ്പോൾ കണ്ട വ്യൂ പോയിന്റ്സ് വെച്ച് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ കൈതപ്പതാൽ വ്യൂ പോയിന്റ്. വാഗമണിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണിത്. നമ്മൾ വരുന്ന വഴി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഫലമായിട്ട് നല്ല രീതിയിൽ കോട വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ മഴ വന്നാലും പെട്ടെന്ന് കോട വരുന്ന ഒരു സ്ഥലമാണ് വാഗമൺ എന്ന് പറയുന്നത്. ആ ഒരു ടൈമിലാണ് അവിടുത്തെ ഭംഗി നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യൂ പോയിന്റ് അടുത്തായിട്ട് ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നല്ല ചൂട് മാഗിയും നല്ല ചായയൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ വാങ്ങി കുടിച്ചട്ടോ. മഴ പെയ്തത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ കിട്ടത്തില്ല കേട്ടോ. പച്ചപ്പ് നിറഞ്ഞ മലകളും ആ മലനിരകളിൽ തൊട്ടുപോകുന്ന കോടമഞ്ഞും മഴയും തണുപ്പും ചെറിയൊരു കാറ്റൊക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു ഭംഗി ഇരട്ടിച്ചെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ.
ആ ഒരു മലനിരകളുടെ നടുക്കായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കൈതപ്പതാൽ വെള്ളച്ചാട്ടം എന്നാണെങ്കിൽ ഗൂഗിളിൽ അടിച്ചപ്പോൾ കിട്ടിയത്. ഇതിന്റെ യഥാർത്ഥ പേര് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് പറയണേ, ഇത് തന്നെയാണോ എന്ന് അറിയാനാണ്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി സീനിക് വ്യൂ ഒക്കെ കണ്ടിട്ട് ഇപ്പൊ നേരെ നമ്മുടെ വില്ലയിലേക്ക് പോവാണ്. ഇനിയും ഒരുപാട് ലൊക്കേഷൻസ് വാഗമണിൽ ഉണ്ട് കേട്ടോ ഓഫ് റോഡ് പോകാൻ പറ്റിയിട്ടുള്ള. നമ്മൾ ഈ 4 വ്യൂ പോയിന്റ്സേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ വില്ലയിലെത്തി. ഇനി പൂളിലേക്ക് ഇറങ്ങാനുള്ള പ്ലാൻ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജീപ്പ് സഫാരി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പൂൾ ഫ്ലോട്ട്സ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വിമ്മിംഗ് പൂള്. നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന്. ഈ 2 ചെറുതും എങ്ങനെ വെള്ളത്തിൽ കിടന്നതാണ് ഞാൻ ഓർക്കുന്നത്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മാത്രമേ ആ ഒരു തണുപ്പ് തോന്നത്തുള്ളൂ, പിന്നെ അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആവും. പിന്നെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നൊന്ന് സ്റ്റേ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങളുടെ അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ പൂളിലേക്ക് ഇറങ്ങുന്ന. ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങിയ ആള് ലാസ്റ്റ്. എല്ലാം കറക്കിക്കോ. ഇപ്പൊ സമയം ഏകദേശം 6:30 മണിയായിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പായി തുടങ്ങി. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഓണർ ഏട്ടൻ. പുള്ളി അവിടെ നമുക്ക് രാത്രിയത്തെ ഡിന്നർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഹോം സ്റ്റേയുടെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അത്രേ ഉള്ളൂ. ഇത് നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. പിന്നെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 രൂപയാണ് കേട്ടോ. പ്ലസ് ഡിന്നറിന്റെ ചാർജ് 3300. അപ്പം മൊത്തം ടോട്ടൽ വന്നിട്ടുണ്ടായിരുന്നത് 15,300 രൂപയായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെന്ററി ആയിരുന്നു. പിന്നെ ഓരോ സീസൺ അനുസരിച്ച് ആ ഒരു പ്രൈസിൽ വേരിയേഷൻ ഒക്കെ വന്നേക്കാം. ഞങ്ങൾ 7 അഡൽസും 2 കിഡ്സും ആണ് ഉണ്ടായിരുന്നത്. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ട കാഴ്ചകൾ അടിപൊളി വ്യൂ ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഏലക്കായ ഈ മേളിലായിട്ട് ഒരു ഫ്രൂട്ട് നിപ്പുണ്ട്. എന്ത് ഫ്രൂട്ടാണെന്നറിയില്ല, നിറയെ ഉണ്ടായി നിപ്പുണ്ട്.
അങ്ങനെ ഒരു 10:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ നമുക്ക് റെഡിയാക്കി തന്നത് ഇതിന്റെ ഓണർ തന്നെയാണ് കേട്ടോ. പുള്ളി ഷിപ്പിലെ ഷെഫായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഈ ഒരു വില്ലയൊക്കെ തുടങ്ങിയത്. നല്ല കൈപ്പുണ്യമുള്ള ആളാണ് കേട്ടോ. ഷെഫ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ, അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇനി നേരെ വാഗമണിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കാണ് പോകുന്നത്. വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. ഒരിക്കലും മിസ്സാക്കാണ്ട് പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ പോകുന്ന റൂട്ട്, അതായത് പുള്ളിക്കാനം വഴി വാഗമൺ പോകുന്ന റൂട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയാണ് ജോസഫ് മൂവിയിലെ ആക്സിഡന്റ് സീൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ പോകുന്ന ഈ ഒരു റൂട്ടില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൊട്ടക്കുന്നൊക്കെ കാണാനായിട്ട് സാധിക്കായിരുന്നു കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ പോയില്ല, ഓൾറെഡി പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ടൈം കളയണ്ടെന്ന് വിചാരിച്ച് വേറെ സ്ഥലങ്ങളിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങളിപ്പോ ഉള്ളത് അഡ്വഞ്ചർ പാർക്കിലാണ് കേട്ടോ. അവിടെ സ്കൈ സൈക്ലിങ്ങും ജയന്റ് സ്വിംഗ് ഒക്കെ ആക്റ്റീവ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് മേളിലേക്ക് കൊണ്ടുപോയപ്പോ താഴേക്കും കൂടി ഇടുന്നത് കാണാന്ന് വിചാരിച്ച് നിന്നാണ് കേട്ടോ. ശരിക്കും നെഞ്ച് നിന്നുപോയ പോലത്തെ ഫീലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ആ ഒരു ജയന്റ് സ്വിംഗ് ഒക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് അതൊക്കെ ചെയ്താൽ അത്രയും പേടിയൊന്നും തോന്നില്ലായിരിക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഏരിയ. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട്. ഇപ്പോൾ ചെയ്ത 2 ആക്ടിവിറ്റീസ് ഇല്ലേ, ഈ ജയന്റ് സ്വിങ്ങും സ്കൈ സൈക്ലിംഗ്, ഇതിനൊക്കെ 350 രൂപയാണ്. ഇപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിരുന്നു കേട്ടോ. അവിടെ ആയിട്ടാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് നടക്കാണ്. പെർ ഹെഡ് വരുന്ന 250 രൂപയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്റർടൈൻ ചെയ്യാനുള്ള നിരവധി റൈഡ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ മാത്രമേ കയറിയുള്ളൂ. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള റൈഡ്സും ധാരാളം ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് കേട്ടോ ഇത്. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് ഈ ഒരു ബ്രിഡ്ജ് ഉള്ളത്. പിന്നെ ഈ ഒരു ഗ്ലാസിന്റെ താഴേലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലൊന്ന് ചെറുതായിട്ടൊന്ന് പെരുക്കുന്നത് പോലെ തോന്നും കേട്ടോ. ചെറിയൊരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു താഴേക്ക് നോക്കുമ്പോഴത്തേക്കും. 20 പേരടങ്ങുന്ന ഒരു ടീമിന് 5 മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നിർത്തുകയുള്ളൂ. അതിനുശേഷം നമ്മുടെ സെക്യൂരിറ്റി നമ്മളെ പറഞ്ഞു വിടും. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ക്ലൗഡ്സിന്റെ ഒക്കെ ആ ഒരു നിഴല് ആ മലകളിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വാഗമൺ എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ ഒരു പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 40 മീറ്റർ ആണ് കേട്ടോ. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരെ പോയത് വാച്ച് ടവറിലേക്കാണ് കേട്ടോ. അവിടെ പ്രത്യേകിച്ച് ഫീയും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് കയറി വ്യൂ ഒക്കെ കാണാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജയന്റ് സ്വിങ്ങും അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പൈൻ ഫോറസ്റ്റ് എക്കോ ടൂറിസം ആണ് കേട്ടോ. ഇവിടെ എൻട്രി ഫീ വരുന്നത് അഡൽട്സിന് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ്. വരുന്ന വഴി ധാരാളം കടകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം കേട്ടോ. പിന്നെ നമ്മൾ വാഗമൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതൊരു സമയത്തും വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് 1:30 സമയത്താണ്. അപ്പോൾ ഉച്ചയാണെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ഒക്കെ ചെയ്യുക ഇവിടെയൊക്കെ വന്നിരുന്ന്. പിന്നെ രാവിലെ വരികയാണെങ്കിൽ ഈ കോടമഞ്ഞ് ഉണ്ടല്ലോ, അത് സൂര്യപ്രകാശത്തിലൂടെ ഇങ്ങനെ വരുന്നതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. വൈകിട്ടാണെങ്കിൽ ആ ഒരു മൂടിയ ഒരു അന്തരീക്ഷത്തിൽ കോട വരുന്നത് കാണാനായിട്ട് പറ്റും. അങ്ങനെ നിരവധി നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്നാൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ 2 ഡേ വാഗമൺ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വാഗമൺ വരുമ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വന്നാൽ മിസ്സാക്കാണ്ട് പോയി കാണേണ്ട സ്ഥലങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.